ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ആക്രമണം. എണ്ണക്കപ്പലിന് തീപിടിച്ചു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിലൊന്നിൽ പിന്നെയും ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഗൾഫ് മേഖലയിലെ ആശങ്കയും അതിനനുസരിച്ച് കനക്കുന്നു. ഒമാനിലെ ഖസബ് തീരത്തോട് ചേർന്നാണ് ചൊവ്വാഴ്ച ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കപ്പലിലേക്ക് അജ്ഞാത പ്രൊജക്ടൈൽ പതിച്ചതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായെന്നാണ് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കിയതായും ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും UKMTO വ്യക്തമാക്കുകയുണ്ടായി. ഇതൊരു ചെറിയ സംഭവമായിട്ടല്ല നോക്കിക്കാണേണ്ടത്. വരാനിരിക്കുന്ന വലിയ സംഘർഷങ്ങൾക്കുള്ള ഒരു തുടക്കമെന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേ സമുദ്രപാതയിലൂടെ സഞ്ചരിച്ച മറ്റൊരു ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു. അന്നൊരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ ആക്രമണങ്ങൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും സാരമായി ബാധിക്കുന്നു. ഒരു കാലത്ത് പ്രതിദിനം 130-ലധികം കപ്പലുകൾ സഞ്ചരിച്ച ഈ പാതയിൽ ഇന്നിപ്പോൾ 1 മുതൽ 5 വരെ കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. കുത്തനെ കുറഞ്ഞിരിക്കുന്നു. ചൊവ്വാഴ്ച കേവലം 5 കപ്പലുകൾ മാത്രമേ ഈ വഴിയിലൂടെ സഞ്ചരിച്ചുള്ളൂ എന്നാണ് ട്രാക്കിംഗ് സ്ഥാപനമായിട്ടുള്ള കെപ്ലറിന്റെ റിപ്പോർട്ട്. തിങ്കളാഴ്ച ഇത് 7 കപ്പലുകളായിരുന്നു. ഇതിനിടെ ഹോർമുസ് പാതയിലൂടെ ലഭിക്കുന്ന വരുമാനം പങ്കുവെക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിൽ നിർണായക ധാരണയിലെത്തിയെന്ന റിപ്പോർട്ടുകളും ഒരു ഭാഗത്ത് പുറത്തു വരുന്നു. ഇറാനും ഒമാനും ചേർന്ന് സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് വേണ്ടി ഒരു താൽക്കാലിക സമുദ്ര ഇടനാഴി ഒരുക്കി അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുകൂടിയാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും ഒമാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. മറുവശത്താകട്ടെ അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ സാമ്പത്തിക ഭീകരതയാണെന്നുള്ള ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജൂണിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് പൂർണ്ണമായി തുറക്കില്ല എന്ന് ഇറാൻ നിലപാടും സ്വീകരിച്ചു. കരാറിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും ആക്രമണം. കപ്പൽ ഗതാഗതത്തിൽ വൻ ഇടിവ്. തുറമുഖപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി പുതിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഹോർമുസ് വീണ്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറുകയാണ്. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പങ്കുചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ആന്റണി. നമസ്കാരം ഡോക്ടർ ജോസഫ് ആന്റണി. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഈ ഒരു ആക്രമണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.